CPM അക്കൗണ്ട് മരവിപ്പിച്ചതിൽ തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് ആദായനികുതി വകുപ്പിന് മറുപടി കൊടുത്തു. ആദായനികുതി റിട്ടേണിൽ അക്കൗണ്ട് വിവരങ്ങൾ ഉൾപ്പെടുത്താത്തത് സംബന്ധിച്ച വിശദീകരണമാണ് സെക്രട്ടറി നൽകിയിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് എസ് ചേരുന്നു. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ന്യൂസ്. ശ്രീകാന്ത്, പറയൂ. ഗുഡ് മോർണിംഗ് അഗൈൻ എസ്. ഈ CPIM-ന്റെ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് ആദായനികുതി വകുപ്പ് മരവിപ്പിച്ചിരുന്നു. അതായത് 6 കോടി 10 ലക്ഷം രൂപ അതിലുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. അതിൽ 1 കോടി രൂപ എടുത്തു, ബാക്കി 5 കോടി 10 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ഈ അക്കൗണ്ട് സംബന്ധിച്ച് ആദായനികുതി വകുപ്പിന് മുൻപാകെ റിട്ടേൺ സമർപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നില്ല. ഇതാണ് പ്രധാനപ്പെട്ട കുറ്റമായി കണ്ടെത്തിയത്. തുടർന്ന് ആ അക്കൗണ്ട് മരവിപ്പിക്കുകയും ചെയ്തു. 1 കോടി രൂപ എടുത്തത് ചെലവഴിക്കരുത് എന്ന് നോട്ടീസും കൊടുത്തു. പിന്നാലെ ഇതിൽ മറുപടി പറയണം എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ടായിരുന്നു. അതിനാണ് മറുപടി നൽകിയത്. ആദായനികുതി റിട്ടേണിൽ അക്കൗണ്ട് വിവരങ്ങൾ ഉൾപ്പെടുത്താതിരുന്നത് ബോധപൂർവമല്ല എന്നാണ് അറിയിപ്പ് ഈ മറുപടിയായി MM വർഗീസ് നൽകുന്നത്. കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ നിന്നാണ് വിശദാംശങ്ങൾ സമർപ്പിക്കുന്നത്. അതായത് ഡൽഹിയിൽ നിന്നാണ് ഇതെല്ലാം സമർപ്പിക്കുന്നത്. താനത് ബോധപൂർവം മറച്ചുവെച്ചതല്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ആദായനികുതി വകുപ്പിന്റെ കൊച്ചി ഓഫീസിലാണ് അദ്ദേഹം ഈ മറുപടി നൽകിയിട്ടുള്ളത്. മറുപടി തൃപ്തികരമാണെങ്കിൽ തുടർ നടപടികൾ ഒഴിവായി കിട്ടും. തൃപ്തികരമല്ല എങ്കിൽ ഈ ഫ്രീസ് ചെയ്തു വെച്ചിരിക്കുന്ന പണം അതേപടി അവിടെ തന്നെ തുടരും. അത് ക്രയവിക്രയം ചെയ്യാൻ സാധിക്കില്ല. നിയമ നടപടികൾ മുന്നോട്ട് പോകും. ഇനി അഥവാ തൃപ്തികരമെങ്കിൽ ഈ പണം വിട്ടു നൽകുന്ന അടക്കമുള്ള നടപടികൾ ഇൻകം ടാക്സ് സ്വീകരിക്കും. ഓക്കെ, താങ്ക് യു. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.